ഗ്രേറ്റ് ലെവൽ വയലന്റ് ജോണറിലുള്ള ഒരു മൂവി വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ തന്നെ അറിയാണ്ട് കണ്ണടച്ച് പോകും. അത്രയ്ക്ക് ഒരു എന്താ പറയാ, നന്നായിട്ടുണ്ട്. വയലൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു അത് ഉണ്ണിയുടെ ഫൈറ്റൊക്കെ ആണെങ്കിലും നല്ല കലക്കം ഫൈറ്റാണ്. ശരിക്കും ഒരു അടിപൊളി, ഒന്നും പറയാനില്ല. മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട്. പിന്നെ ചില സീൻ വരുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് കണ്ണടച്ച് പോകും. അത്രയ്ക്ക് ഒരു എന്താ പറയാ, നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുകയും ചെയ്യും. അത്ര ഒരു റെബലാണ്, ഫുള്ള് റെബലാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനെ എന്തോരം ഉണ്ടാവും അറിയില്ല, എന്നാൽ പോലും അടിപൊളിയാണ് പടം. താങ്ക് യു. ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? വയലൻസ് എങ്ങനെയുണ്ട്? വയലൻസ് ആണ് മെയിൻ. തിയേറ്ററിൽ തന്നെ ഒന്നാണ് അടിപൊളിയായിട്ട്. വയലൻസ് എങ്ങനെയുണ്ട്? പടം അടിപൊളിയാണ്. ഇതുവരെ ഫുൾ വയലൻസ്. അടുത്ത വയലൻസ് എന്റെ പടം എങ്ങനെയുണ്ട്? വയലൻസ് ഒക്കെ എങ്ങനെ? പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. കേരളത്തിന്റെ റബൽക്കിന് ഉണ്ണിമുകുന്ദനാണ്. നമ്മുടെ വയലൻസ് ആണ് കേരളത്തിൽ ഇത്രയും വയലൻസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചു. അത്രയ്ക്ക് ചില സീനിൽ നമ്മൾ കണ്ണടച്ചൊക്കെ പോകും. എങ്ങനെയുണ്ട് പടം? പടം ബ്രോ പടം എങ്ങനെയുണ്ട്? അതിനൊരു ചെറിയ പാർട്ടി ചെയ്യാൻ പറ്റിയെന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക. ആക്ച്വലി ഒന്നും പറയാനില്ല. ശരി, ഉണ്ണി ആൻഡ് ഓൾ ലൈക്ക് ഗുഡ് ജോബ് എവറിബഡി. അല്ല, ഈ സിനിമയിൽ വയലൻസിന് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു ഫാമിലി ബോണ്ട് ഉണ്ട്. അത് എത്രത്തോളം ഫാമിലി ബോണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. ആ ഫാമിലി ബോണ്ട് കാരണമാണ് ഇത്രയും വയലൻസ് കാണിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഇമോഷൻസും ഉണ്ട്. അത് വെറും വയലൻസ് അല്ല, വിത്ത് ഇമോഷൻസ്. സോ ഇറ്റ്സ് ലൈക്ക് മോർ ഇമ്പാക്ട്. ഗ്രേറ്റ് മൂവി. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വയലൻസ് മൂവി മറ്റുള്ള ഭാഷയിലൊക്കെ വരുമ്പോൾ പൊതുവെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ മലയാളികൾ ഭയങ്കര ആവേശത്തോടെ കാണും. സോ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാനുള്ള ഒരു ഗ്രേറ്റ് ലെവൽ വയലന്റ് ജോണറിലുള്ളൊരു മൂവി വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫുൾ തിയേറ്റർ ഭയങ്കര ആവേശത്തിലായിരുന്നു. ആൻഡ് ഓൾസോ വിത്ത് എ ഫാമിലി സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. സോ ഇതിലൊന്നും പറയാനില്ല, ഒന്നും അവർ ബാക്കി വെച്ചിട്ടില്ല. എക്സാക്ട്ലി, ബിക്കോസ് ഇതിൽ ഇമോഷൻസ് ഉണ്ട് ബ്രോ. വയലൻസ് മാത്രമല്ല. നമ്മളിപ്പോൾ പേടിച്ച് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു റീസൺ കാരണമാണ് ഈ വയലൻസ് വരുന്നത്, ചുമ്മാ ഒരു വയലൻസ് അല്ല. സോ ഐ റിയലി എൻജോയ്ഡ്, thoroughly എൻജോയ്ഡ്. ഒരു സ്മോൾ പാർട്ടി മൂവിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ആൻഡ് താങ്ക്സ് ടു ഷെരീഫ് ആൻഡ് ഉണ്ണി ആൻഡ് എവറിബഡി. താങ്ക് യു സോ മച്ച്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? വയലൻസ് എങ്ങനെയുണ്ട് കേരളത്തിൽ? ഇത്ര വയലൻസ് കണ്ടിട്ടുണ്ടോ? അടിപൊളിയാണ്. അതിൽ സ്റ്റാർട്ടിങ് തൊട്ടാണെങ്കിൽ ഒരു ലാഗിങ് ഇല്ല. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മൂവിങ് കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളും ചെറിയ കുട്ടികളായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത് പറ്റത്തില്ല. പിന്നെ ഒരു ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണേണ്ട ഒരു ത്രില്ലിലാണ് ഫൈറ്റൊക്കെ. നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അതാണ് പറഞ്ഞത്. അത് മേക്കിംഗ്, അത് ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും പറയല്ല. ബാക്കി Padam, it is very good. The stunts were good, music was good, visuals were very good. My son Ishan was debuting in this movie. He did so well, and Unni Mukdan was too good. It's a must watch. നന്നായിട്ടുണ്ട്. പക്ഷെ വയലൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളൊരു അഭിപ്രായം. താങ്ക് യു. ഇത്ര വയലൻസ് ഇതിനു മുമ്പ് മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്രയും എക്സ്ട്രീം ലെവൽ വയലൻസ് ഒരു മലയാള മൂവിയിലും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല. അപ്പം പടം സസ്പെൻസാണ്, ത്രില്ലിംഗ് ആണ്. സസ്പെൻസ് ശരിക്കില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിലൊരു എന്താ പറയുക, മുൻകൂട്ടി തന്നെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇവരാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പം സസ്പെൻസ് ഇല്ല, പക്ഷെ ത്രില്ലറാണ്, വയലൻസ് ആണ്. ഏറ്റവും മലയാള മൂവിയിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ സാധ്യത. ഓക്കെ, താങ്ക് യു.
അടിപൊളിയാണ്, പക്ഷേ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒരു അപ്കമിങ് നമ്മുടെ ഒരു എന്താ പറയുക ആക്ഷൻ സ്റ്റാറായിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഫാമിലിയായിട്ട് കാണാം. പക്ഷെ വയലൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. വയലൻസ് ഇപ്പോൾ നമുക്ക് അത്രയും മനസ്സുള്ള ഒരാൾക്ക് മനസ്സിലായി, ക്രൂരമായ കുട്ടികൾക്കെതിരെയുള്ള അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ജഗദീഷ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷെ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു.